ഏതൊരു ഫുട്ബോൾ കളിക്കാരൻ്റെയും സ്വപ്നമാണ് സ്പെയിനിൽ കളിക്കുക എന്നുള്ളത്. സ്പെയിനിലെ വലൻസിയയിലുള്ള ബെനി ക്ലബ് എന്ന ക്ലബ്ബിൽ കോച്ചിങ്ങിനായി അവസരം ലഭിച്ച എറണാകുളം ജില്ലയിലെ കാലടി മരോട്ടിച്ചോട്ടിലുള്ള അരുൺ ബാബുവിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ടെയിൽസ് ഓഫ് ജേണി. എനിക്ക് സ്പെയിനിൽ പോകാനുള്ള അവസരം ഉണ്ടായത് ചെന്നൈയിലുള്ള ഒരു ഫുട്ബോൾ പ്ലസ് എന്ന് പറയുന്ന ക്ലബ്ബ് മലപ്പുറത്ത് വെച്ചൊരു സെലക്ഷൻ നടത്തിയിരുന്നു. അപ്പോൾ ആ സെലക്ഷന് ഞാൻ പങ്കെടുത്തു. എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെയാണ് എനിക്ക് ഒരു മാസത്തെ ക്യാമ്പിന് വേണ്ടി സ്പെയിനിൽ പോകാൻ പറ്റിയത്. അവിടുത്തെ ട്രെയിനിങ്ങൊക്കെ നല്ല ട്രെയിനിങ് ആയിരുന്നു. ഇന്ത്യയിൽ നിന്ന് 18 പേർക്കാണ് സെലക്ഷൻ കിട്ടിയത്. അതിൽ 14 പേരും മലയാളികളായിരുന്നു. സ്പെയിനിൽ വെലൻസിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ് നടന്നത്. ബെനി ക്ലാപ്പ് എന്ന് പറയുന്ന ഒരു അക്കാഡമിയുടെ കീഴിലായിരുന്നു ഞങ്ങളുടെ പ്രാക്ടീസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സ്പാനിഷ് പ്ലേയേഴ്സായിട്ട് ആഴ്ചയിൽ കളികളൊക്കെ വരുമായിരുന്നു. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അവരോട് കളിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവർ നമ്മളേലും ഫിസിക്കലായിട്ടും എല്ലാം കൊണ്ടും ഭയങ്കര ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് കളിച്ചതിൽ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അവിടെ താമസ സൗകര്യമൊക്കെ നല്ല വൃത്തിയുള്ള മുറി ഇതൊക്കെയാണ്. ഫുഡായാലും നല്ല ഇവിടുത്തെ പോലത്തെ ഫുഡല്ല. അവിടെ നല്ല പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഫുഡാണ് കൂടുതലും. ഇന്ത്യൻ ടൈമിനേക്കാൾ 3.5 മണിക്കൂർ വ്യത്യാസമുണ്ട് സ്പാനിഷ് ടൈം. അവിടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ രാവിലെ തന്നെ പാലും പിന്നെ ബ്രെഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. കേക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് മീറ്റ് അല്ലെങ്കിൽ ഫിഷ് പിന്നെ പച്ചക്കറികൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഉച്ചലത്തെ പോലെ തന്നെയാണ് രാത്രി ഡിന്നറും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 10 മണിയാകുമ്പോഴേക്കും രാവിലത്തെ പ്രാക്ടീസിന് പോകും. പ്രാക്ടീസ് ഒരു 2.5 മണിക്കൂറുണ്ടാവും. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഫ്രഷ് ആവുക, പിന്നെ ലഞ്ച് കഴിക്കുക. ലഞ്ച് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ടാക്റ്റിക്കൽ ക്ലാസ് അല്ലെങ്കിൽ സ്പാനിഷ് ക്ലാസ്സൊക്കെ ആയിട്ട് പോകും. പിന്നെ വൈകിട്ട് ഡിന്നർ. അങ്ങനെയാണ് ഒരു ദിവസം അവിടെ കഴിയേണ്ടത്. അരുണിന് ഇങ്ങനെ സ്പെയിനിൽ പോയി കോച്ചിങ് എടുക്കാനും അവിടെ സെലക്ഷൻ കിട്ടിയതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവൻ വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങി തന്നെ ഫുട്ബോളിൽ ഭയങ്കര ക്രൈസായിട്ട് പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധക്കുറവും കളിയുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യത്തോടു കൂടിയായിരുന്നു ഇതുവരെയുള്ള അവൻ്റെ പെർഫോമൻസ്. അങ്ങനെയാണ് അവന് ഫുട്ബോൾ പ്ലസിൻ്റെ സെലക്ഷൻ കിട്ടിയതും സ്പെയിനിൽ പോകാനിടയായതും. എന്തായാലും അതിനകത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അവന് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആവണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അത് സാധിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അവൻ്റെ ഈ ഫുട്ബോളിലുള്ള ഇൻട്രസ്റ്റ് ഇതുവരെയുള്ള എല്ലാവിധ പിന്തുണയും സഹകരണവും ഒക്കെ കൊടുത്തത് അവൻ്റെ അമ്മയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവന് ഫുട്ബോൾ തട്ടിത്തുടങ്ങിയതാണ്. ചെറിയ പ്രായത്തിലെ അവൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, എനിക്കൊരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ ആകണമെന്ന്. പിന്നീട് പക്ഷേ അവന് ഒരിക്കലും നല്ലൊരു കോച്ചിങ് ഒന്നും കിട്ടാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സ്പെയിനിൽ പോയത് മാത്രമാണ് അവൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും മികച്ച കോച്ചിങ്. അതിനു മുൻപൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ സെലക്ഷന് പോകുമ്പോഴത്തേക്കും തന്നെത്താനെ പലയിടത്തും പോയിട്ടുണ്ട്. നല്ല അനുഭവങ്ങളാണ് പുള്ളിക്ക് ഉള്ളത്. അതായത് പലയിടത്തും ഇപ്പോൾ മലപ്പുറമാണെന്നുണ്ടെങ്കിലും പാലക്കാടാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെത്താനെ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്പെയിനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവരുടെ +2 പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാർച്ച് 21-ാം തീയതി +2ൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് അന്ന് 2-3 മണിയുടെ ഫ്ലൈറ്റിന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈ വരെ തനിയെ പോയി അന്ന് തന്നെ രാത്രി 12 മണിയായപ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തി. ഇതൊക്കെ അവൻ്റെ ഒരു കഴിവാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും മറ്റുമൊക്കെയുള്ള നല്ല കഴിവുണ്ട്. നന്നായിട്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുന്നു അവൻ്റെ ആഗ്രഹങ്ങൾ. ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആവണം. അതും സാധിക്കുമെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ ആകണമെന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം.
ഇന്ത്യയിൽ നിന്ന് 18 പേരാണ് പോയത്. അതിൽ 4 പേർക്ക് സെലക്ഷൻ കിട്ടി അവിടെ തുടർന്ന് പഠിക്കാൻ ഒരു വർഷത്തേക്ക്. അപ്പോൾ അതിലൊരാളാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ അവിടെ ഒരു വർഷത്തെ ക്യാമ്പിന് ഇനി പോകണമെങ്കിൽ 20 ലക്ഷത്തിന് മുകളിൽ ചിലവ് ഉണ്ടാവും. അപ്പോൾ ഒരു സ്പോൺസറിൻ്റെ സഹായം തേടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.